കുട്ടനാടിന്റെ അതുല്യമായ കാർഷിക സാംസ്കാരിക പൈതൃകത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി താൻ നടത്തിയ ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല പ്രതികരണമുണ്ടായതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി. കുട്ടനാടിനെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന് നിവേദനം നൽകിയിരുന്നതായും എം പി പറഞ്ഞു. കുട്ടനാടിന്റെ അതുല്യമായ കാർഷിക സാംസ്കാരിക പൈതൃകത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി താൻ നടത്തിയ ഇടപെടലുകൾക്ക് നിർണായകമായ അനുകൂല പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു. കുട്ടനാടിന് FAOയുടെ അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ പ്രകാരമുള്ള കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന് നിവേദനം നൽകിയിരുന്നതായി എം പി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തിയതായി കേന്ദ്രമന്ത്രി നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നതായും എം പി പറഞ്ഞു. പരിശോധനയുടെ ഭാഗമായി രാജ്യത്തെ പ്രമുഖ ഗവേഷണ സ്ഥാപനമായ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വിദഗ്ധ അഭിപ്രായം തേടിയിരുന്നു. കുട്ടനാടിന്റെ കാർഷിക പരിസ്ഥിതി സംവിധാനത്തെ വിലയിരുത്തിയുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. ഇതിനായി കുട്ടനാടിനെ യുനെസ്കോയുടെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ശക്തമായ ശുപാർശ നൽകിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.